ഹലോ ഗായ്സ്, ഇന്ന് അവിട്ടമായിരുന്നു കേട്ടോ. തിരുവോണത്തിന് നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ അവിട്ടത്തിനാണ് അമ്പലത്തിലൊക്കെ പോകുന്നത്. പോകുന്ന വഴി അടുത്ത വീട്ടിലെ മുത്തശ്ശിയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയത്. എന്നിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോയത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അവിടെ കയറി ഒന്ന് തൊഴുതിട്ട് അരമണിക്കൂറാണ് കേട്ടോ നമ്മൾ ബസ് കാത്തു നിന്നത്. അപ്പോഴാണ് കേട്ടോ ഞങ്ങളൊരു നഗ്നസത്യം മനസ്സിലാക്കുന്നത്, ഇന്ന് അവിട്ടമായതുകൊണ്ട് ബസ്സൊന്നും ഇല്ലാന്നല്ല, വാളത്തെങ്കിൽ ബസ് മാത്രമൊന്നും ഇല്ലാന്ന്. എന്നിട്ട് നമ്മൾ ഓട്ടോയിലാണ് തിരുമുല്ലാവരം വരെ പോയത്. എന്തായാലും നമ്മൾ ഓട്ടോയിൽ പോയില്ലേ, എന്നാൽ പിന്നെ കുറച്ച് ഓട്ടോ എസ്തെറ്റിക്സ് ആവാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. നമ്മൾ ഓട്ടോയിൽ കയറിയപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിരുന്നു. എന്നിട്ട് അമ്പലം എത്തിയപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്ന് അവിട്ടമായതുകൊണ്ടാണോ ബസ്സില്ലാത്തതുകൊണ്ടാണോ എന്നറിയാൻ വയ്യ. രാവിലെ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ അങ്ങനെ വലിയ ആളൊന്നും ഇല്ലായിരുന്നു. രാവിലെ ഒരു സാരി കൊടുത്താണ് കേട്ടോ ഉള്ള സമയം മൊത്തം പോയത്. ആൻഡ് ഫൈനലി നമ്മുടെ അമ്പലം എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം. കടലിൻ്റെ അടുത്തുള്ള അമ്പലം ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ളൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പോയിട്ടോ കടലിൻ്റെ അവിടെ. പിന്നെ കുറേ ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മൊത്തത്തിലൊരു നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഈ അമ്പലത്തിൽ. ഇന്ന് വലിയ വെയിലൊന്നും ഇല്ലാത്ത ക്ലൈമറ്റ് ആയിട്ട് നമ്മൾ അധികം ഫോട്ടോസും വീഡിയോസൊന്നും എടുത്തില്ല. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു. അപ്പം തന്നെ ഒരു 11 മണിയൊക്കെ ആയി കാണും കേട്ടോ. എന്നിട്ട് അവിടെ നിന്നിട്ട് ബസ്സിലായിരുന്നു ആസ് യൂഷ്വൽ. പിന്നെ നമ്മൾ വീണ്ടും ഓട്ടോയിലാണ് പോയത്. എന്നിട്ട് നമ്മൾ നേരെ അമ്മാമ്മയുടെ വീട്ടിലോട്ടാണ് വന്നത്. ഇന്ന് അവിടെയാണ് കേട്ടോ ഓണം. കുറച്ച് സിറ്റിയിൽ നിന്ന് മാറി വയലും തോടും ഒക്കെ ഉള്ള ഒരു പരിസരത്താണ് അമ്മാമ്മയുടെ വീട്. എന്നിട്ട് നമ്മൾ അമ്മാമ്മയുടെ വീട്ടിൽ വന്ന് സദ്യയൊക്കെ കഴിച്ച് കിടന്ന് ഒരു ഉറക്കം അങ്ങ് ഉറങ്ങി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.